ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യം. ഈശോ കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? വെള്ളത്തില് മുങ്ങിത്താഴാൻ പോയ പത്രോസിനെ കൈനീട്ടി പിടിച്ചുകൊണ്ട് ഈശോ പത്രോസിനോട് പറയുന്ന വാക്കുകളായത്. സാഹചര്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാല്ലേ. ഈശോ വെള്ളത്തിന് മീതെ നടന്നു വരികയാണ്. ഈശോ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസിനും ഒരാഗ്രഹം തോന്നി. എന്താണത്? എനിക്കും വെള്ളത്തിന് മീതെ ഒന്ന് നടക്കണം. പത്രോസ് ഉടനെ തന്റെ ആഗ്രഹം ഈശോയോട് പറയുക. ഈശോ പത്രോസിനോട് പറഞ്ഞു, നീ ഇങ്ങ് പോരാൻ പറഞ്ഞു. അവൻ വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലിറങ്ങി വെള്ളത്തിന് മീതെ ഈശോയുടെ പക്കലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നടന്ന പത്രോസ് പിന്നീട് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് പത്രോസ് ആദ്യം ഒരു പ്രശ്നവും ഇല്ലാതെ നടന്നു പിന്നീട് വെള്ളത്തിൽ മുങ്ങിത്താണത്? ഇത് ഇന്ന് നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു സന്ദേശം. കാരണം ആദ്യം അവൻ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ നോക്കി നടന്നത് ദൈവത്തിന്റെ മുഖത്താണ്. ഈശോയുടെ മുഖത്ത് നോക്കി നടന്നപ്പോൾ അവനൊരു പ്രയാസവും ഇല്ലാതെ സന്തോഷത്തോടുകൂടി വെള്ളത്തിലൂടെ നടക്കുവാനായിട്ട് സാധിച്ചു. പക്ഷെ എപ്പോഴാണ് അവൻ മുങ്ങിത്താണത്? കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട് അല്ലെ. ചുറ്റും വലിയ കൊടുങ്കാറ്റ്, തിരമാലകളെ കുറിച്ച് അവൻ ഓർത്തു, ചുറ്റുപാടും ഒന്ന് നോക്കി. അപ്പോഴാണ് അവന്റെ ജീവിതത്തില് അവൻ മുങ്ങിത്താഴാനായി തുടങ്ങിയത്. സ്നേഹമുള്ളവരെ, ഇത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. നോട്ടം മാറിയാല് വീഴ്ച ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തില് അനുഭവമുള്ളതായത്. തമ്പുരാനിൽ നിന്ന് എപ്പോഴൊക്കെ നോട്ടം മാറ്റിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ജീവിതത്തില് വീഴ്ചകൾ സംഭവിക്കും. വീണു പോയിട്ടുണ്ട് നമ്മള്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ നോട്ടം മാറ്റരുത്. നീ ആരെ നോക്കി യാത്ര ചെയ്യണം? നീ ഈശോയെ നോക്കി യാത്ര ചെയ്യേ, ദൈവത്തെ നോക്കി യാത്ര ചെയ്തേ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികൾ നിന്റെ ചുറ്റുപാടും ഉണ്ടായാലും നീ വീണു പോകത്തില്ല. കാരണം പത്രോസ് ഏറ്റവും ആദ്യം കടലിൽ മീതെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നടന്നത്? ചുറ്റും ഈ വലിയ തിരമാലകൾ ഉണ്ടായിരുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കൊടുങ്കാറ്റുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും അവൻ വീണു പോകാതെ നടക്കുവാനായിട്ട് അവന് സാധിച്ചു. കാരണം എന്താണ്? അവൻ നോക്കിയത് ഈശോയുടെ മുഖത്തേക്കാ. ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും ചുറ്റുപാടും ഇത്ര വലിയ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനായിട്ട് അവന് സാധിച്ചു. പക്ഷെ ഈ നോട്ടം മാറ്റിയപ്പോൾ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളിൽ അവൻ മുങ്ങിത്താഴാനായിട്ട് തുടങ്ങി. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതേ അനുഭവം തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, രോഗങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്. ഇവയൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ ഇവയിൽ നിന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ നോക്കി പോകാൻ പറ്റണം. നോട്ടം മാറിയാൽ ഇവയൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മളൊക്കെ വീണു പോകും. അവിടെ നിന്ന് കരയേറാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈശോ പത്രോസിനെ കൈപിടിച്ച് കയറ്റിയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നാ പറ്റി നിനക്ക്? അല്പവിശ്വാസിയായി പോയോ? നീ എന്തിനാ നിന്റെ നോട്ടം എന്നിൽ നിന്ന് മാറ്റിയത്? സ്നേഹമുള്ളവരെ, ഈശോ ഇന്ന് എന്നോടും പറയുന്നത് ഇത് തന്നെയാണ്. നീ നോക്കേ, എന്നെ നോക്കി യാത്ര ചെയ്യേ. എന്നെ നോക്കി യാത്ര ചെയ്യുവാനായിട്ട് നിനക്ക് സാധിച്ചാല് നിന്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളിലും നീ വീണു പോകത്തില്ല. മറിച്ച് അവയെ അതിജീവിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ നീ വീണു പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഈശോയെ നോക്കി യാത്ര ചെയ്യാം. എത്ര വലിയ പ്രതിസന്ധികളിലും വീഴാതെ അവന്റെ കരം പിടിച്ചുകൊണ്ട് അവനെ നോക്കി അവയെ അതിജീവിക്കുവാനായിട്ട് സന്തോഷത്തോടുകൂടി ഈശോയുടെ ഒപ്പമാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.